ദൈവത്തെ അനുസരിക്കുവാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എന്നാൽ ദൈവം പറഞ്ഞിട്ടുള്ള ഏത് കൽപ്പനയാണ് അനുസരിക്കേണ്ടത് എന്ന് പലർക്കും ഒരു വ്യക്തതയുമില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് തോന്നിയതൊക്കെ അനുസരിച്ച് അത് ദൈവം ആഗ്രഹിക്കുന്നത് ആകുന്നു എന്ന് സ്ഥാപിക്കുവാൻ ശ്രമിക്കുകയാണ് പലരും. ഏതാണ് യഥാർത്ഥ കൽപ്പന? ജീവസന്ദേശത്തിൻ്റെ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ സ്നേഹവന്ദനം. ഇസ്രയേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളെ തേടിയെത്തിയ ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞപ്പോൾ തങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് എന്തെന്ന് തിരിച്ചറിയുവാൻ യഹൂദ മതാചാര്യന്മാർക്ക് കഴിഞ്ഞില്ല. ദൈവഗൃഹത്തിൻ്റെ മൂലക്കല്ലായി ദൈവം തിരഞ്ഞെടുത്ത യേശുക്രിസ്തുവിനെ നിരസിച്ചതുവഴി ആ ദൈവഗൃഹത്തിൽ നിന്ന് തന്നെ അവർ പുറത്തായി. ജീവൻ്റെ നാഥനെ ക്രൂശിലേറ്റുവാൻ ഏൽപ്പിച്ചു കൊടുത്ത് ഒരു കുലപാതകനെ മോചിപ്പിക്കുവാൻ ആവശ്യപ്പെടുന്ന കടുത്ത ആത്മീയ അന്ധതയിലേക്ക് അവർ അധംപതിച്ചു. ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ കഴിയാതിരുന്നതാണ് ഈ ദുരന്തത്തിന് കാരണമായതെന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നുവെന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 33 മുതൽ 22-ാം അധ്യായത്തിൻ്റെ 46 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൽ 33 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്ന ഉപമ ഗൃഹസ്ഥനായ ഒരു മനുഷ്യനും അയാളുടെ മുന്തിരിത്തോട്ടവുമാകുന്നു. ഓർക്കണം, ഈ ഉപമയിൽ ഈ ഗൃഹസ്ഥനായ മനുഷ്യൻ പിതാവായ ദൈവത്തെ പ്രതിനിധീകരിക്കുന്നു. ആ മനുഷ്യൻ്റെ മകൻ പുത്രനായ യേശുക്രിസ്തുവിനെ കാണിക്കുന്നു. ഇതിൽ പറഞ്ഞിരിക്കുന്ന കുടിയാന്മാർ ഇസ്രായേലിൻ്റെ ചിത്രമാകുന്നു. യേശു നൽകിയിട്ടുള്ള ഉപമകളിൽ ഏറ്റവും അധികം മൂർച്ചയുള്ള ഒരു ഉപമയാണിത്. മതനേതാക്കന്മാരുള്ള അവൻ്റെ അവസാനത്തെ മുന്നറിയിപ്പാണിത്. ഈ ഉപമയിൽ ഒടുവിൽ മകനെ അവരുടെ അടുക്കൽ അയച്ചു എന്ന് പറയുമ്പോൾ ആ മകൻ അവരുടെ മുൻപിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ തന്നെയാണ് ആ ഉപമ നൽകിയിരുന്നത്. ദൈവപുത്രനെ കൊണ്ട് അവർ എന്താണ് ചെയ്യുവാൻ പോകുന്നത്? അവരുടെ ഹൃദയത്തിലുള്ളത് ഇപ്പോൾ അവൻ അവരോടങ്ങ് തുറന്നു പറയുകയാണ്. 39-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവനെ പിടിച്ച് തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നുകളഞ്ഞു. ഈ മതനേതാക്കന്മാരെ ഞെട്ടിപ്പിക്കുന്ന വിഷയമായിരുന്നു അത്. 40 മുതലുള്ള വാക്യങ്ങളിൽ, ആകയാൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ വരുമ്പോൾ ആ കുടിയാന്മാരോട് എന്തു ചെയ്യും? അവൻ ആ വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ച് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാന്മാർക്ക് തോട്ടമേൽപ്പിക്കും എന്ന് അവർ അവനോട് പറഞ്ഞു. 40-41 വാക്യങ്ങളിൽ അവൻ അവരെ പഴയ നിയമത്തിലേക്ക് തിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കല്ല് താൻ തന്നെയാണ് എന്ന് ക്രിസ്തു വ്യക്തമാക്കുന്നു. 42-43 വാക്യങ്ങളിൽ നാം കാണുന്നത്, യേശു അവരോട്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന് നിങ്ങൾ തിരുവെഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? 43-ാം വാക്യത്തിൽ, അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിൻ്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. 42 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് സ്വർഗരാജ്യം എന്ന പ്രയോഗം മാറ്റിയിട്ട് ദൈവരാജ്യം എന്ന് യേശു ഉപയോഗിക്കുന്നു. എനിക്ക് തോന്നുന്നു യേശു കുറെ കൂടി വിശാലമായ ഒരു പ്രയോഗമാകുന്നു ഉപയോഗിക്കുന്നത് എന്നത്രേ. യഹൂദരല്ലാത്തവരെയും എല്ലാവരെയും ഉൾപ്പെടുത്തുവാൻ അവൻ തയ്യാറാകുന്നു, അവൻ്റെ അടുത്തേക്ക് വരുന്ന എല്ലാവരെയും. അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ അടുത്ത് നിന്ന് എടുത്ത് അതിൻ്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് പറഞ്ഞാൽ യഹൂദന്മാരിൽ നിന്നും അതെടുത്ത്
സഭയ്ക്ക് നൽകും എന്നാണ്. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്നത് സഭയ്ക്ക്. വിശുദ്ധ പത്രോസ് ലേഖനം എഴുതിയപ്പോൾ ഇത് വ്യക്തമാക്കിയത് ഓർക്കുന്നില്ലേ? നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു എന്ന് പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ആ വിശുദ്ധ വംശം സഭയാകുന്നു. 44-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും, അത് ആരുടെ മേലെങ്കിലും വീണാൽ അവനെ ധൂളിപ്പിക്കും എന്ന് പറഞ്ഞു. യേശുവിൻ്റെ ഉപമകളെ മഹാപുരോഹിതന്മാരും പരീശന്മാരും കേട്ടിട്ട് തങ്ങളെക്കൊണ്ട് പറയുന്നു എന്ന് പറഞ്ഞ് അവനെ പിടിപ്പാൻ അന്വേഷിച്ചു. എന്നാൽ പുരുഷാരം അവനെ പ്രവാചകൻ എന്നെണ്ണുക കൊണ്ട് ഭയപ്പെട്ടു. കർത്താവ് പറയാൻ, ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും. ഇത് ക്രിസ്തുവിൻ്റെ ആദ്യത്തെ വരവുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യമാകും. സഭ പണിതിരിക്കുന്ന പാറ ക്രിസ്തു അത്രേ. അവൻ്റെ മേലത്രേ സഭ പണിതിരിക്കുന്നത്. വിശുദ്ധ പൗലോസ് ഇത് വ്യക്തമാക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 3:11 യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ കല്ലിന്മേൽ വീഴുക എന്ന് പറഞ്ഞാൽ ഈ കൃപയുടെ കാലത്ത് രക്ഷയ്ക്കായി ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരിക എന്നാണ് അർത്ഥം. ക്രിസ്തുവിനെ ത്യജിക്കുക എന്നതുകൊണ്ട് ന്യായവിധി ദിവസത്തിൽ ആ കല്ല് ത്യജിക്കുന്നവരുടെ മേൽ വീഴുക എന്നാണ് അർത്ഥം. ഇതേക്കുറിച്ച് ദാനിയേൽ പ്രവചിച്ചിട്ടുണ്ട്. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിലും 44 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിലും നാം അത് കാണുന്നുണ്ട്. ആയത് ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവുമായി ബന്ധപ്പെടുത്തി അത്രേ പ്രവചിച്ചിരിക്കുന്നത്. ഞാൻ ഈ 45-ാം വാക്യം വായിക്കാം. 21-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യം. അവൻ്റെ ഉപമകളെ മഹാപുരോഹിതന്മാരും പരീശരും കേട്ടിട്ട് തങ്ങളെക്കൊണ്ട് പറയുന്നു എന്ന് അറിഞ്ഞ് അവനെ പിടിപ്പാൻ അന്വേഷിച്ചു. എന്നാൽ പുരുഷാരം അവനെ പ്രവാചകൻ എന്നെണ്ണുകൊണ്ട് അവരെ ഭയപ്പെട്ടു. ആ മത നേതാക്കന്മാർക്കറിയാമായിരുന്നു എന്താണ് അവൻ ഉദ്ദേശിക്കുന്നതെന്ന്. നിർഭാഗ്യവശാൽ ഇന്ന് അനേകർക്കും ആ കാഴ്ചപ്പാടില്ല. പ്രത്യേകിച്ച് ഭക്തിയുടെ വഴിയിലാണെന്ന് ചിന്തിക്കുന്ന അനേകർക്കും. 46-ാം വാക്യത്തിൽ നാം അത് വായിച്ചു. യേശു മരിക്കണം എന്ന് മത നേതാക്കന്മാർ തീരുമാനിച്ചു. എങ്കിലും അവനെ പിടിക്കുവാൻ അവർ ശ്രമിച്ചപ്പോൾ ജനം അവനെ ദൈവത്തിൻ്റെ പ്രവാചകൻ എന്ന് അംഗീകരിച്ചിരുന്നതിനാൽ ജനത്തെ ഭയപ്പെട്ടു, ഒന്നും ചെയ്യാതെയിരുന്നു. 21-ാം അധ്യായം അവസാനിക്കുമ്പോൾ യേശു മരിക്കണമെന്ന് മത നേതാക്കന്മാർ തീരുമാനമെടുത്തു കഴിഞ്ഞതായി നാം കണ്ടു. നിങ്ങളും ഞാനും ജീവിക്കുന്ന ഈ കാലയളവിലേക്ക് കർത്താവായി യേശു നൽകിയ മഹത്തായ ഉപമകളിൽ ഒന്നത്ര 22-ാം അധ്യായത്തിൽ നാം കാണുവാൻ പോകുന്നത്. അതിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ, 22-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ യേശു പിന്നെയും അവരോട് ഉപമകളായി പ്രസ്താവിച്ചതെന്തെന്നാൽ, സ്വർഗരാജ്യം തൻ്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശം. പിന്നെയും എന്ന പദം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ചെറിയ വാക്കിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് 21-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ ക്രിസ്തു സംബോധന ചെയ്ത അതേ മഹാപുരോഹിതന്മാരെയും മൂപ്പന്മാരെയും അത്ര യേശു ഇവിടെയും നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ആ ഉപമ നിങ്ങൾ വായിച്ചു നോക്കിക്കാട്ടെ. ഒരു രാജാവെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പിതാവായ ദൈവത്തെക്കുറിച്ചാണ്. തൻ്റെ പുത്രനെന്ന് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിനെ കാണിക്കുന്നതിനാണ്. കഴിഞ്ഞ 2 ഉപമകളിൽ അവൻ ഉപയോഗിച്ച ദൈവരാജ്യം എന്ന പ്രയോഗത്തിന് പകരമായി നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്വർഗരാജ്യം എന്ന പ്രയോഗത്തിലേക്ക് കർത്താവ് ഇവിടെ വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് യാദൃച്ഛികമായി ഉപയോഗിക്കുന്നതല്ല. ഈ ഉപമ 13-ാം അധ്യായത്തിലെ ഉപമകളോട് സമാന്തരമായതത്രേ. നിഗൂഢ ഉപമകൾ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചല്ലോ. ഇവ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്തെന്നാൽ, ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് ഈ യുഗം എങ്ങനെ എന്തിന് ആരംഭിച്ചു എന്നതിനാണ്. പക്ഷേ 13-ാം അധ്യായത്തിൽ ഈ യുഗത്തിൻ്റെ അന്ത്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. 22-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു. അവർക്കോ വരുവാൻ മനസ്സായില്ല. പിന്നെയും അവൻ മറ്റ് ദാസന്മാരെ അയച്ചു. എൻ്റെ മുത്താഴം ഒരുക്കിത്തീർന്നു, എൻ്റെ കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും അറുത്ത് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, കല്യാണത്തിന് വരുവീൻ എന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു. അവർ അത് കൂട്ടാക്കാതെ ഓരോരുത്തൻ തൻ്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ തൻ്റെ വ്യാപാരത്തിനും പൊയ്ക്കളഞ്ഞു.
അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടത് ദാസന്മാരെ പറഞ്ഞയച്ചു എന്ന് പറഞ്ഞത് ശ്രദ്ധിച്ചോ? ആരെയാണ് ഈ ക്ഷണിച്ചിരുന്നത്? അതെ, ഇസ്രായേലിലെ നഷ്ടപ്പെട്ട ആടുകളെ. കർത്താവ് തൻ്റെ അപ്പോസ്തലന്മാരെ അയച്ചത് ഇസ്രായേലിലെ നഷ്ടപ്പെട്ട ആടുകളെ വിളിക്കേണ്ടതിനാണല്ലോ. പഴയ നിയമത്തിൽ പ്രവാചകന്മാരായിരുന്നു ദൂതുവാഹികൾ, ഇവിടെ ശിഷ്യന്മാർ അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ. എന്നിട്ട് അങ്ങനെ അവരെ പറഞ്ഞയച്ചപ്പോൾ എന്തായിരുന്നു അവരുടെ പ്രതികരണം? ദൈവത്തിൻ്റെ ക്ഷണത്തെ അവർ തള്ളിക്കളയുന്നത് നാം കാണുന്നു. അവർ ദൈവത്തിൻ്റെ ദൂതുവാഹികളെ കൊന്നുകളഞ്ഞു. യേശുക്രിസ്തുവും അതിൽ ഉൾപ്പെടും. 7-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, രാജാവ് കോപിച്ചു, സൈന്യങ്ങളെ അയച്ച് ആ കൊലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു. 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം അവരോട് ചെയ്യുവാൻ പോകുന്നത് കൃത്യമായി പറയുകയാണ്. AD 70 തീത്തോസ് യെരുശലേമിനെ, റോമൻ ഭരണാധികാരിയായിരുന്ന തീത്തോസ് യെരുശലേമിനെ നശിപ്പിച്ചതാണ് ഈ 7-ാം വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതിന് സംശയമില്ല. 8-ാം വാക്യത്തിൽ നാം കാണുന്നത്, പിന്നെ അവൻ ദാസന്മാരോട്, കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല. ഈ വാക്യത്തിൽ ഇനിയും ക്ഷണിക്കുന്ന വിധത്തിന് വ്യക്തമായ ഒരു വ്യതിയാനം ഉണ്ടാകുന്നതായി നാം കാണും. അത് നാം ജീവിക്കുന്ന ഈ കാലത്തെ സൂചിപ്പിക്കുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് 11-ാം വാക്യം മുതൽ നാം കാണുന്നുണ്ട്. എന്താണ് ആ കല്യാണ വസ്ത്രം? 11-ാം വാക്യത്തിൽ പറയുന്നു, വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്തു വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു. സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്തു വന്നത് എങ്ങനെ എന്ന് ചോദിച്ചു. എന്നാൽ അവന് വാക്കുമുട്ടിപ്പോയി. എന്താണ് കല്യാണ വസ്ത്രം? രാജാവിൻ്റെ ക്ഷണം സകലർക്കും വേണ്ടിയുള്ളതാണ്. പക്ഷേ രാജാവിൻ്റെ വ്യവസ്ഥകൾ പാലിക്കാതെ വരുന്നതിൽ ഒരു വലിയ അപകടമുണ്ട്. ഈ പറഞ്ഞ കല്യാണ വസ്ത്രം ക്രിസ്തുവിൻ്റെ നീതിയാകുന്നു. ആയത് രക്ഷയ്ക്ക് ഏറ്റവും അത്യാവശ്യമായതാകും. വേറെ വിധത്തിൽ പറഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ നീതി എന്ന കല്യാണ വസ്ത്രം ധരിക്കാതെ ആർക്കും രക്ഷിക്കപ്പെടുവാൻ സാധ്യമല്ല. വിശ്വസിക്കുന്ന സകലർക്കും ഈ വസ്ത്രം നൽകിയിരിക്കുന്നു. ഈ ധരിച്ചിരിക്കുന്ന നീതിയെക്കുറിച്ച് വിശുദ്ധ പൗലോസ് സംസാരിക്കുന്നുണ്ട്. റോമലേഖനം 3:21. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. അതെ, നമ്മുടെ ആരുടെയും നന്മ പ്രവൃത്തി കൊണ്ടല്ലിത്. സകലർക്കും ഒരു കല്യാണ വസ്ത്രം ഉണ്ടായേ മതിയാകൂ. ഇല്ല എങ്കിൽ പിതാവായ ദൈവം, അതെ, രാജാവ് ക്ഷണിക്കുന്ന കല്യാണ സദ്യയ്ക്ക് പ്രവേശിക്കുക സാധ്യമല്ല. 12-ാം വാക്യത്തിൽ നാം വായിച്ചത്, അവന് വാക്ക് മുട്ടിപ്പോയി എന്ന്. തങ്ങൾക്ക് ക്രിസ്തുവിനെ അംഗീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് വാദിക്കുന്ന ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ വാദം, അവരുടെ ഭാഗം അവർ തന്നെ ദൈവസന്നിധിയിൽ വാദിച്ചു കൊള്ളാം എന്നത്രേ. അതിനൊരു പ്രത്യേക വക്കീലൊന്നും വേണ്ട. അല്ലെങ്കിൽ അന്ത്യന്യായവിധിയിൽ പറയുവാനുള്ളത് തങ്ങൾക്കറിയാം എന്നുള്ള വാദം. അതിന് മറ്റാരുടെയും ഒത്താശ വേണ്ട പോലും. സുഹൃത്തെ, നിങ്ങളും ഒരുപക്ഷെ അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. സ്നേഹബുദ്ധിയ ഞാനത് ഓർപ്പിക്കട്ടെ. നിങ്ങളെപ്പോലെ ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയുടെ കാര്യമാണ് ഈ ഉപമയിൽ നാം ഇപ്പോൾ കണ്ടത്. നമ്മുടെ കർത്താവ് പറഞ്ഞത്, കല്യാണ വസ്ത്രം ഇല്ലാതിരുന്ന ആ മനുഷ്യന് വാക്കുമുട്ടിപ്പോയി എന്നത്രേ. എത്ര പരമാർത്ഥം അല്ലേ? 13-14 വാക്യങ്ങളിൽ കാണുന്നത്, രാജാവ് ശുശ്രൂഷക്കാരോട്, ഇവനെ കയ്യും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവീൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് പറഞ്ഞു. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. കല്യാണ വസ്ത്രം സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ എന്നുള്ളത് നിങ്ങളുടെ കാര്യമാണ്, അവരവരുടെ കാര്യമാണ്. അത് നിങ്ങളുടെ സൗകര്യത്തിന് വിട്ട് നൽകിയിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ക്രിസ്തു അത് നിങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ട് ഓൾറെഡി. വിവാഹ സദ്യയ്ക്ക് വരുവാനുള്ള ക്ഷണം എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. ഒരു വ്യവസ്ഥ, നിങ്ങൾ രാജാവ് പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥയിൽ മാത്രമേ അകത്ത് പ്രവേശിക്കാവൂ. അങ്ങനെ പ്രവേശിക്കാൻ സാധിക്കൂ. തോന്നിയതുപോലെ സദ്യ ആസ്വദിക്കാമെന്ന് ചിന്തിക്കരുത്. കൈസർക്ക് കരം കൊടുക്കുന്ന ചോദ്യവുമായിട്ടാണ് ഹേരോദ്യർ യേശുവിൻ്റെ അടുക്കൽ വരുന്നതായി നാം ഇനിയും കാണുന്നത്. സദൂക്യർ പുനരുത്ഥാനത്തിൻ്റെ സംശയവുമായിട്ടാണ് വരുന്നത്. പരീശന്മാർ ഏറ്റവും ഒടുവിൽ വരുന്നത് ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പന ഏതെന്ന് അന്വേഷിച്ചുകൊണ്ടാണ്. ഈ മനുഷ്യരോടെല്ലാം നമ്മുടെ കർത്താവ് മറുപടി പറയുന്ന ആശ്ചര്യജനകമായ മാർഗം
തുടർന്നുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു. 15ഉം 16ഉം വാക്യങ്ങളിൽ കാണുന്നത്, അനന്തരം പരീശന്മാർ ചെന്ന് അവനെ വാക്കിൽ കൊടുക്കേണ്ടതിന് ആലോചിച്ചുകൊണ്ട് തങ്ങളുടെ ശിഷ്യന്മാരെ ഹേരോദ്യരോടുകൂടെ അവൻ്റെ അടുക്കൽ അയച്ചു. ഗുരു, നീ സത്യവാനും ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവനുമാകയാൽ ആരെയും ശങ്കയില്ലാത്തവനുമാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഇതിൽ പരം ഒരാൾ വീഴാൻ എന്തു വേണം? എന്ത് പൊക്കിപ്പറയുകയാണ് അല്ലേ? 17-ാം വാക്യം, നിനക്കെന്തു തോന്നുന്നു? കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് പറഞ്ഞു തരണമെന്ന് പറയിച്ചു. യേശുവിൻ്റെ അഭിപ്രായം അറിയുവാനുള്ള താല്പര്യത്തോടെയൊന്നുമല്ല അവർ അടുത്തു വരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അവർക്ക് അവരുടേതായ ഉത്തരമുണ്ട്. ഇതൊരു കുടുക്കു ചോദ്യമാണ്. അഥവാ യേശു ഇങ്ങനെ പറഞ്ഞെന്നിരിക്കട്ടെ, ഒരിക്കലും പാടില്ല നിങ്ങൾ കൈസർക്ക് കരം കൊടുക്കരുതെന്ന്. അങ്ങനെ വരുമ്പോൾ അവനെ റോമാക്കാരുടെ വിരോധിയായി കണ്ട് അവർക്ക് കുറ്റം ചുമത്താമായിരുന്നു. അക്കാലങ്ങളിൽ റോമാ സാമ്രാജ്യമായിരുന്നല്ലോ ഇസ്രായേലിനെ ഭരിച്ചിരുന്നത്. ഇനിയും അവൻ പറഞ്ഞെന്നിരിക്കട്ടെ, അതെ, നിങ്ങൾ കൈസർക്ക് കരം കൊടുക്കണം, അത് നല്ലതാണ്. അങ്ങനെ വരുമ്പോൾ അവൻ യഥാർത്ഥ മശിഹ അല്ല എന്നവർ സ്ഥാപിക്കും. കാരണമുണ്ട്, വിദേശ അടിമത്തത്തിൽ നിന്നും രക്ഷിക്കാനല്ലേ യഥാർത്ഥ മശിഹ വരുന്നത്. ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവർ ചിന്തിച്ചു, യേശുവിനെ ശരിക്കും കുരുക്കി എന്ന്. ആകെ കുഴപ്പത്തിലാക്കിയ അവസ്ഥ. എന്നാൽ 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞു. കപടഭക്തിക്കാരെ, എന്നെ പരീക്ഷിക്കുന്നത് എന്ത്? അവിടെ നാം വായിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ ആരായിരുന്നോ അങ്ങനെ തന്നെ യേശു അവരെ സംബോധന ചെയ്യുന്നു, കപടഭക്തിക്കാരെ. എന്നിട്ട് അവരോട് പറയുകയാണ്, കരത്തിനുള്ള നാണയം കാണിപ്പീൻ എന്ന് പറഞ്ഞു. അവർ അവൻ്റെ അടുക്കൽ ഒരു വെള്ളിക്കാശ് കൊണ്ടുവന്നു. അവരുടെ നാണയം തന്നെ ഉപയോഗിച്ചു എന്നത് ശ്രദ്ധേയമാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ട് കർത്താവ് തൻ്റെ നാണയം ഉപയോഗിച്ചില്ല എന്ന്. അതിനുള്ള മറുപടി ഒന്ന് മാത്രമേ എനിക്കറിയൂ, അവൻ്റെ കയ്യിൽ സ്വന്തമായൊരു നാണയം ഉണ്ടായിരുന്നിരിക്കില്ല. 20-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവൻ അവരോട് ഈ സ്വരൂപവും മേലെഴുത്തും ആരുടേത് എന്ന് ചോദിച്ചതിന് കൈസരുടേത് എന്ന് അവർ പറഞ്ഞു. ഇത് റോമാ ഗവൺമെൻറ്റിൻ്റെ നിഷേധിക്കപ്പെടാനൊക്കാത്ത നാണ്യങ്ങൾ ആയിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. ഇവിടെ ഇതാ ഒരു റോമൻ നാണയം. എന്നിട്ട് ആശ്ചര്യജനകമായ ഒരു മറുപടിയാണ് അവരുടെ ചോദ്യത്തിന് യേശു ഉത്തരമായി നൽകുന്നത്. കൂടുതൽ കാര്യങ്ങൾ യേശു തൻ്റെ മറുപടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യേശു അങ്ങനെ തന്നെ ചെയ്യുകയുണ്ടായി. അവൻ അവരോട് ഒരു പടി കൂടി മുമ്പോട്ട് കയറി പറഞ്ഞത്, അവരുടെ കൈവശം കൈസർക്കുള്ള എന്തോ ഉണ്ടെന്നാണ്. കൈസർക്കുള്ള നാണയമത്രേ അവർ ഉപയോഗിച്ചിരുന്നത്. റോമൻ റോഡുകളിലൂടെയാണ് അവർ നടന്നിരുന്നത്. ഒരു പരിധിവരെ റോം ആയിരുന്നു അവർക്ക് സമാധാനം നൽകിയിരുന്നത്. അതുകൊണ്ട് അവർ റോമിനോട് കടംപെട്ടിരുന്നു എന്നത്രേ കർത്താവ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കുക. പക്ഷേ അതിന് വേറൊരു വശം കൂടിയുണ്ട്. അത് ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കണമെന്നുള്ളതത്രേ. ഇത് വ്യക്തമാക്കുന്നത് എന്തെന്നാൽ നമ്മുടെ കർത്താവ് അവരുടെ കുരുക്കിൽ അകപ്പെട്ടില്ല എന്നത്രേ. ഹേരോദ്യർ യേശുവിനെ വിട്ടുപോയി. ഇനിയും പുനരുത്ഥാനത്തിൽ വിശ്വസിക്കാതിരുന്ന സദൂക്യർ അവനെ പരീക്ഷിക്കുന്നത് ശ്രദ്ധിച്ചാട്ടെ. 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നു. പുനരുത്ഥാനമില്ല എന്ന് പറയുന്ന സദൂക്യരും അന്ന് അവൻ്റെ അടുക്കൽ വന്നു. ഗുരു, ഒരുത്തൻ മക്കളില്ലാതെ മരിച്ചാൽ അവൻ്റെ സഹോദരൻ അവൻ്റെ ഭാര്യയെ ദേവര വിവാഹം കഴിച്ച് തൻ്റെ സഹോദരന് സന്തതിയെ ജനിപ്പിക്കണം എന്ന് മോശ കൽപ്പിച്ചുവല്ലോ. എന്നാൽ ഞങ്ങളുടെ ഇടയിൽ 7 സഹോദരന്മാരുണ്ടായിരുന്നു. അവരിൽ ഒന്നാമത്തവൻ വിവാഹം ചെയ്ത ശേഷം മരിച്ചു. സന്തതി ഇല്ലായികയാൽ തൻ്റെ ഭാര്യയെ സഹോദരന് വിട്ടേച്ചു. രണ്ടാമത്തവനും മൂന്നാമത്തവനും 7-ാമത്തവൻ വരെയും അങ്ങനെ തന്നെ. എല്ലാവരും കഴിഞ്ഞിട്ടൊടുവിൽ സ്ത്രീയും മരിച്ചു. എന്നാൽ പുനരുത്ഥാനത്തിൽ അവൾ 7 ആർക്ക് ഭാര്യയാകും? എല്ലാവർക്കും ആയിരുന്നുവല്ലോ എന്ന് ചോദിച്ചു. വളരെ പരിഹാസ്യമായൊരു ഉദാഹരണം ഇവിടെ അവതരിപ്പിക്കുന്നത് നാം കാണും. 7 സഹോദരന്മാർ ഒരു സ്ത്രീയുടെ ഭർത്താക്കന്മാരായിരിക്കുന്നതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. അവരുണ്ടാക്കുന്ന കഥയ്ക്കും ഒരർത്ഥം വേണ്ടേ, ഒരു ന്യായം വേണ്ടേ? ഇന്ന് പലരും ഇങ്ങനെ തന്നെയാണ്. അല്പം വല്ല യാഥാർത്ഥ്യവുമുള്ളതിനെ
ഊതി വീർപ്പിക്കുക. ഇവിടെ സദുക്യരുടെ ചോദ്യം, അവൾ ഈ 7 പേരിൽ ആർക്ക് ഭാര്യയാകുമെന്നത്രേ. ഇവിടെ 2 കാര്യത്തിൽ സദുക്യർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. അത് അവരുടെ ശ്രദ്ധയിൽ കർത്താവ് പെടുത്തുന്നുണ്ട്. 29-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, അതിന് യേശു ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായ കൊണ്ട് തെറ്റിപ്പോകുന്നു. 2 വിഷയത്തിൽ അവർ അജ്ഞരായിരുന്നു. തിരുവെഴുത്തുകളിൽ അവർ അജ്ഞരായിരുന്നു, ദൈവശക്തിയിലും അവർ അജ്ഞരായിരുന്നു. തിരുവചനത്തിലുള്ള അജ്ഞതയും ദൈവശക്തിയിലുള്ള അറിവില്ലായ്മയും അത്തരത്തിലൊരു വിഡിത്തമായ ഉദാഹരണം അവതരിപ്പിക്കുവാൻ അവരെ നിർബന്ധിച്ചു. അതിൻ്റെ വിശദീകരണം ലളിതമാണ്. 30-ാം വാക്യത്തിൽ നാം വരുമ്പോൾ, പുനരുത്ഥാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതുമില്ല, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രയാകുന്നു. അവർ വളരെ ഞെട്ടിപ്പോകുന്ന വിധത്തിലാണ് കർത്താവ് അവരോട് പറഞ്ഞത്. അവർ ദൂതന്മാരാകും അല്ലെങ്കിൽ മാലാഖമാരാകുമെന്ന് യേശു ഇവിടെ പറയുന്നില്ല കേട്ടോ. നാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ മാലാഖമാരാകില്ല, സ്വർഗത്തിൽ വിവാഹം കഴിക്കില്ല എന്ന കാര്യത്തിൽ നാം ദൂതന്മാരെ പോലെ ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. വേറെ വിധത്തിൽ പറഞ്ഞാൽ, ജനനത്താൽ വംശം നിലനിർത്തുക എന്ന കാര്യം സ്വർഗത്തിൽ ആവശ്യമില്ല. അതുകൊണ്ട് നാം കാണുന്ന ഇന്നത്തെ കുടുംബം പോലെയുള്ളൊരു സംവിധാനം വേണ്ട. അങ്ങനെ പറയുന്നതിനാൽ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഈ ഭൂമിയിൽ ഭാര്യയും ഭർത്താവുമായി ജീവിച്ചവർ സ്വർഗത്തിൽ ഒരുമിച്ചായിരിക്കുകയില്ല എന്നെവിടെയും പറഞ്ഞിട്ടില്ല. സ്വർഗത്തിൽ ഒരുമിച്ചായിരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും അവർക്ക് ഒരുമിച്ചായിരിക്കുവാൻ സാധിക്കും. അവർ ഒരുമിച്ചായിരിക്കേണ്ട കാര്യമില്ല. എന്നാൽ തന്നെയും അവർക്കിരുവർക്കും പുതിയ ക്രമീകരണമായിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ആയിരുന്നപ്പോൾ അവർ ജീവിച്ചതിനേക്കാൾ പല മടങ്ങ് നല്ല ധാരണയോടെ ആയിരിക്കും അവിടെ എന്നതാണ് സത്യം. 31-ഉം 32-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചോ ദൈവം അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമാകുന്നു എന്ന് അവൻ അരുളി ചെയ്യുന്നു. എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. സംഭ്രമജനകമായ ഒരു പ്രസ്താവന അത്രേ ഇത്. ഇതിനു മുമ്പേ പോയവരുടെ സ്ഥിതി ഇന്ന് എന്താകുന്നു? അബ്രഹാം ഇന്ന് ഏതവസ്ഥയിലാണ്? അവൻ മുമ്പായിരുന്നത് പോലെ തന്നെ അബ്രഹാമായിട്ടാണ് ഇന്നും ആയിരിക്കുന്നത്. അതത്ര യേശു പറയുന്നത്. അബ്രഹാമും ഇസഹാക്കും യാക്കോബും ഭൂമിയിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റപ്പെട്ടു, അത്രമാത്രം. അവർ മരിച്ചിട്ടില്ല, അവർ ഇന്നും ജീവിക്കുന്നു. ക്രിസ്തുവിലായിട്ടുള്ള പ്രിയപ്പെട്ടവരുടെ അവസ്ഥയും ഇതുതന്നെയാകുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. അവർ താങ്കൾക്കായി സ്വർഗത്തിൽ കാത്തിരിക്കുന്നു. ഇത് മഹത്തായ ഒരു സത്യമാണ്. 33-ാം വാക്യത്തിൽ നാം കാണുന്നത്, പുരുഷാരം ഇത് കേട്ടിട്ട് അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. കർത്താവ് പറഞ്ഞത് വിസ്മയിപ്പിക്കുന്ന വിധത്തിൽ അവർക്ക് അനുഭവപ്പെട്ടു. 34-ാം വാക്യത്തിൽ, സദൂക്യരെ അവൻ മിണ്ടാതാക്കിയ പ്രകാരം കേട്ടിട്ട് പരീശന്മാർ ഒന്നിച്ചുകൂടി അവരിൽ ഒരു വൈദികൻ അവനെ പരീക്ഷിച്ചു. പരീശന്മാരെല്ലാം കൂടി ഒരു രഹസ്യ സമ്മേളനം നടത്തിയതായി നാം കാണുന്നു. എന്നിട്ട് അവർ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു. അതിൽ കൗശലക്കാരനായ ഒരു വൈദികനെ മുമ്പോട്ട് അയച്ചു. അയാളെ കൊണ്ട് യേശുവിനെ കുടുക്കുവാനായി ചോദിക്കുന്നു. പക്ഷേ കർത്താവ് അതിനും മറുപടി കൊടുക്കുന്നതായി നാം കാണുന്നു. അവർക്കറിയേണ്ടിയിരുന്നത് ഏറ്റവും വലിയ കൽപ്പന ഏതാണെന്നായിരുന്നു. കർത്താവ് പറഞ്ഞു 37 മുതലുള്ള വാക്യങ്ങളിൽ, യേശു അവനോട്, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു 10 കൽപ്പനകളിൽ നിന്നും ഒന്നും എടുത്തു പറയുന്നില്ല. അവനിവിടെ രണ്ടാമതൊരു കൽപ്പന കൂടി നൽകുന്നു. ഈ കൽപ്പന അനുസരിക്കുവാൻ നിങ്ങൾ തീരുമാനിച്ചാൽ അന്നേരം മനസ്സിലാക്കും നിങ്ങൾ ദൈവമഹത്വത്തിൽ നിന്നും എത്രമാത്രം കുറവുള്ളവരാകുന്നു എന്ന്. യേശു ഈ മനുഷ്യരോട് തുറന്നടിച്ച് പറയുകയാണ്. 22:40 വായിക്കുന്ന ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന്. യേശു പറഞ്ഞ ഈ 2 കൽപ്പനകൾ മോശ നൽകിയ ന്യായപ്രമാണത്തിൻ്റെ സംക്ഷേപമാകുന്നു. യേശു നൽകിയ മറുപടി കൃത്യമായിരുന്നു. പരീശന്മാർ അല്പമെങ്കിലും ആത്മാർത്ഥതയുള്ളവരായിരുന്നെങ്കിൽ അവരുടെ തെറ്റ് സമ്മതിച്ച് ഒരു രക്ഷകനെ ആവശ്യമുണ്ടെന്ന് അപ്പോഴെങ്കിലും അംഗീകരിച്ചേനെ.
യേശു ക്രൂശിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയുമായിരുന്നു. യേശുവിനെ കൂടുതൽ ചോദ്യങ്ങളുമായി കുഴയ്ക്കുവാൻ പരീശന്മാർ പദ്ധതിയിടുമ്പോൾ യേശു അവരോട് ഒരു ചോദ്യം ചോദിക്കുന്നു. 41 മുതലുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നു. പരീശന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ യേശു അവരോട്, ക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അവൻ ആരുടെ പുത്രനെന്ന് ചോദിച്ചു. ദാവീദിൻ്റെ പുത്രനെന്ന് അവർ പറഞ്ഞു. അവൻ അവരോട്, എന്നാൽ ദാവീദ് ആത്മാവിൽ അവനെ കർത്താവെന്ന് വിളിക്കുന്നത് എങ്ങനെ? 110 സങ്കീർത്തനത്തിൽ നിന്നുമാകുന്നു യേശു ഇവിടെ ഉദ്ധരിക്കുന്നത്. തൻ്റെ പുത്രനെ കർത്താവേ എന്ന് വിളിക്കുവാൻ ദാവീദിന് എങ്ങനെ കഴിഞ്ഞു? പുത്രൻ അലൗകികനായി ജനിച്ചതാകുന്നു എന്നവർ സമ്മതിക്കേണ്ടിയിരുന്നു. 45 വാക്യത്തിൽ പറയുന്ന അവനോട് ഉത്തരം പറവാൻ ആർക്കും കഴിഞ്ഞില്ല. യേശു പരീശന്മാരോട് ചോദിച്ച ആ ചോദ്യം അവരെ കുഴയ്ക്കുന്നതായിരുന്നു. ഈ ചോദ്യത്തിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഒന്ന്, ദാവീദാകുന്നു 110 സങ്കീർത്തനം എഴുതിയത്, പരിശുദ്ധാത്മാവിലാകുന്നു അത് എഴുതിയത്, അവിടെ മശിഹായെക്കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. ഇതെല്ലാം യേശു സ്ഥിരീകരിച്ചു. ദാവീദ് അവനെ കർത്താവ് എന്ന് പറയുന്നുവെങ്കിൽ അവൻ്റെ പുത്രനാകുന്നത് എങ്ങനെ എന്നതായിരുന്നു ചോദ്യം. തൻ്റെ പുത്രൻ തന്നെക്കാൾ കൂടിയവനല്ല എങ്കിൽ അവനെ കർത്താവേ എന്നെങ്ങനെ സംബോധന ചെയ്യും? അതിനുള്ള ഒരേ ഒരു ഉത്തരം ക്രിസ്തുവിൻ്റെ കന്യകാജനനം മാത്രമാകുന്നു. യേശു ദാവീദിൻ്റെ പുത്രനാകുന്നു, അതേസമയം ദാവീദിനേക്കാൾ വലിയവനാകുന്നു. ഈ മകനെ വലിയവനാക്കുവാൻ ഉതകുന്ന എന്തെങ്കിലും ആ വംശത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ദാവീദിൻ്റെ മകൻ അവനേക്കാൾ ശ്രേഷ്ഠനാകൂ, അല്ലേ? യേശുവിൻ്റെ അലൗകിക സൂപ്പർനാച്ചുറൽ ജനനത്തിന് ഉള്ള രേഖ മാത്രമാണ് അതിന് സംതൃപ്തമായ മറുപടി നൽകുവാനുള്ളത്. ദാവീദിൻ്റെ കർത്താവ് ദാവീദിൻ്റെ വംശത്തിൽ പ്രവേശിച്ചു എന്ന് ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 1-35 വാക്യത്തിൽ നാം വായിക്കുന്നു. അവൻ സ്വർഗത്തിൽ നിന്നുള്ളവനാകയാൽ ദാവീദിനേക്കാൾ വലിയവനാണ്. യഥാർത്ഥ സംഗതി കാണുവാനും തന്നെ ദാവീദിൻ്റെ പുത്രനായും ദാവീദിൻ്റെ കർത്താവായും അംഗീകരിക്കുവാനും യേശു പരീശന്മാരിൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. ഇത് മതനേതാക്കന്മാരുമായുള്ള വാഗ്വാദത്തിന് വിരാമമിടുകയാണ്. അങ്ങനെ 46 വാക്യത്തിൽ നാം വായിക്കുന്നത്, അന്നു മുതൽ ആരും അവനോട് ഒന്നും ചോദിപ്പാൻ തുനിഞ്ഞതുമില്ല. ഇതിനുശേഷം വാക്കുകൾ കൊണ്ട് അവനെ കൊടുക്കുവാൻ ആരും ശ്രമിച്ചില്ല എന്നത്ര നാം വായിക്കുന്നത്. അവനെ കൊല്ലണമെന്ന് അവർ നിശ്ചയിച്ചു കഴിഞ്ഞിരുന്നു. ആ വഴിക്കാണ് ഇനിയും അവർ മുൻപോട്ട് പോകുവാൻ ഒരുങ്ങുന്നത്. അവനോട് മറുപടി പറഞ്ഞ് ജയിക്കുവാൻ അവർക്ക് സാധ്യമല്ല എന്നുറപ്പായി. യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ ഒരു വലിയ തെളിവ് കൂടിയാണത്. നമ്മുടെ കർത്താവ് എത്ര ഉന്നതനാണ്! അവനെ അറിയുവാനും അവനെ അനുസരിച്ച് ജീവിപ്പാനും സാധിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിനായി സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക എന്ന ഒറ്റ കാര്യത്തിലൂടെ തന്നെ ഒരു പുതിയ നിയമവിശ്വാസിക്ക് ലളിതമായും ദൈവത്തിന് പ്രസാദകരമായും തൻ്റെ ജീവിതം നയിക്കുവാൻ സാധിക്കും. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നിരിക്കുന്നതിനാൽ ആ സ്നേഹത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതത്തിനാണ് ദൈവം നമ്മെ പ്രാപ്തരാക്കിയിരിക്കുന്നത്. ആകയാൽ ആ ദൈവാത്മാവിൻ്റെ ശബ്ദത്തിന് പൂർണ്ണമായി നമുക്ക് ചെവിച്ചായിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.